നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ന് കോഴിക്കോടെത്തും. രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് നഗരത്തിൽ തങ്ങും. നാളെ കോഴിക്കോട് നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായേക്കുമെന്നാണ് സൂചന. രാഹുൽ ഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ വരവേൽക്കാൻ വയനാട്ടിൽ അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് വൈകുന്നേരം കോഴിക്കോടെത്തുന്ന രാഹുലിനെയും പ്രിയങ്കയെയും സ്വീകരിക്കാൻ വയനാട്ടിൽ നിന്നുള്ള സംഘവും ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട്ടേക്ക് തിരിക്കും. രാഹുൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന SKMJ മൈതാനവും പരിസരങ്ങളും സുരക്ഷാസേന പരിശോധന നടത്തി. രാഹുലിനൊപ്പം പ്രിയങ്കയും ഉണ്ടെന്നറിഞ്ഞതോടെ ഏറെ ആവേശത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് ക്യാമ്പ്. ഇന്ന് വൈകുന്നേരത്തോടെ കോഴിക്കോടെത്തുന്ന രാഹുലും പ്രിയങ്കയും നാളെ രാവിലെ 10-ന് കൽപ്പറ്റ SKMJ സ്കൂൾ മൈതാനത്തിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങും. SKMJ പരിസരത്ത് 2000-ഓളം ആളുകൾക്ക് രാഹുലിനെ കാണാനുള്ള സംവിധാനമുണ്ടാകും. തുടർന്ന് കളക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. SKMJ ഹൈസ്കൂളിൽ എത്തും. അവിടെ ഹെലിപ്പാഡിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം വന്ന ഉടനെ റോഡ് ഷോയാണ്. റോഡ് ഷോ 2 കിലോമീറ്ററോളം ഫെൻസിങ് വെച്ച സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടുള്ള നടപടികൾ ഏതാണ്ട് ആയിക്കഴിഞ്ഞു. അതിനുശേഷം നോമിനേഷൻ കഴിഞ്ഞ് ഈ DCC അങ്കണത്തിൽ വെച്ച് തന്നെ UDFൻ്റെ ലീഡർഷിപ്പിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. AICC അംഗം KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസനിക്, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. രാഹുൽ ഇറങ്ങുന്ന SKMJ മൈതാനവും പരിസരവും പൂർണ്ണമായും സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാവും. തുറന്ന വാഹനത്തിലുള്ള റോഡ് ഷോ SPGയുടെ നിർദ്ദേശാനുസരണം 4 കിലോമീറ്റർ എന്നത് 2 കിലോമീറ്ററായി ചുരുക്കി. കൽപ്പറ്റ SKMJ ഹൈസ്കൂളിലെ ഈ മൈതാനത്താണ് നാളെ രാവിലെ രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. ഇവിടെ നിന്ന് കാറുമാർഗം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി കലക്ടറേറ്റിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷമാണ് വർണ്ണാഭമായ റോഡ് ഷോ നടക്കുക. വയനാട്ടിൽ നിന്ന് ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. കേരളത്തിൽ നിന്നും ഇപ്രാവശ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പാർലമെന്റിലേക്ക് പോവില്ല എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്തിനാണ് എന്ന് പിണറായിയും ഇടതുപക്ഷവും ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ UDF സ്ഥാനാർത്ഥികളും വിജയിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിടുന്നത് എന്നും ചെന്നിത്തല മലപ്പുറം വണ്ടൂരിൽ പറഞ്ഞു. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമാണോ വർഗീയതയാണോ യഥാർത്ഥ ശത്രുവെന്ന് കോൺഗ്രസ് പറയണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നും യെച്ചൂരി വീണ്ടും ചോദിച്ചു. രാഹുൽ ഗാന്ധിയെ BJP പരാജയപ്പെടുത്താൻ ശ്രമിക്കണമായിരുന്നെന്ന് എറണാകുളം മണ്ഡലത്തിലെ LDF പ്രചരണ യോഗത്തിൽ സീതാറാം യെച്ചൂരി പറഞ്ഞു. വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇടതുപക്ഷമാണോ വർഗീയതയാണോ കോൺഗ്രസിന്റെ യഥാർത്ഥ ശത്രുക്കളെന്ന് വ്യക്തമാക്കണം. Fighting from a seat where the BJP doesn't exist. Fighting from that seat, the intention is what? To defeat the LDF. Our intention is to defeat Narendra Modi. For that we are saying strengthen the left presence in the parliament to save India and to change India for the better. If the Congress intention is to defeat the LDF, then whose purpose are they serving? പ്രധാനമന്ത്രി ബഹിരാകാശത്തെ കാവൽക്കാരനായി തുടരുന്നതാണ് ജനങ്ങൾക്കും രാജ്യത്തിനും നല്ലത്. Our scientists achieved the missile, destroyed the satellite. Then he says now the satellite has been destroyed. I am the kavalkar of outer space also. So we wish to convey, and I am sure you will also join me in conveying to our Prime Minister, sir, you are saying that you are the kavalkar of outer space. So please remain there in outer space and look after the situation there. Please leave India to us so that we can protect India and build a better India in the future. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമുള്ളതാണെന്നും 20 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എഴുതണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നത് ഏത് BJPയെ നേരിടാനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണിയുടെ കരുത്ത് എന്താണ് എന്ന് രാഹുൽ അനുഭവിച്ചറിയും. ആരെങ്കിലും പിൻവലിക്കാൻ പറഞ്ഞാൽ പിൻവലിക്കാനല്ല ഇടതുപക്ഷം വയനാട്ടിൽ മത്സരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന്റെ പ്രചരണ യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത്.
വയനാട്ടിൽ മത്സരിക്കുന്നത് ഏത് BJP നേരിടാനാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ. ഏത് BJP നേരിടാനാ? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന BJP സ്ഥാനാർത്ഥി ഏത്? നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക? BJP അല്ല ഞങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിർണായക ശക്തിയാണ്. ആരെങ്കിലും പിൻവാങ്ങാൻ പറഞ്ഞാൽ പിൻവലിക്കാനല്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ഇടതുമുന്നണിയുടെ കരുത്ത് എന്താണെന്ന് അംഗത്തിൽ അനുഭവിച്ചറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ നോക്കിക്കോ, ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ബോധ്യമാവുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. പൊതുയോഗത്തിന് മുന്നോടിയായി പ്രകടനവും നടന്നു. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാർ, ഇടതുമുന്നണി നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന രമ്യ ഹരിദാസിന്റെ പരാതി തിരൂർ ഡിവൈഎസ്പി അന്വേഷിക്കും. ഇന്നലെ പാലക്കാട് ആലത്തൂർ ഡിവൈഎസ്പിക്കാണ് രമ്യ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ വിജയരാഘവൻ മലപ്പുറം പൊന്നാനിയിൽ നടന്ന പൊതുയോഗത്തിലാണ് രമ്യയെ പരാമർശിച്ച് പ്രസംഗിച്ചത് എന്നതിനാൽ കേസ് മലപ്പുറത്തിന് കൈമാറി. 2 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ പൊതുയോഗത്തിലായിരുന്നു വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശം ഇടതുമുന്നണി കൺവീനർ നടത്തിയത്. കോഴിക്കോട്ട് വെച്ചും തന്നെ മോശമാക്കി എ വിജയരാഘവൻ സംസാരിച്ചുവെന്നും ആലത്തൂർ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസംഗം നടന്ന മലപ്പുറം ജില്ലയിലേക്ക് പരാതി കൈമാറുന്നതെന്ന് പാലക്കാട് SP സാബു അറിയിച്ചു. ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവന്റെ വിവാദ പരാമർശത്തിനും രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനത്തിനുമിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെയുള്ള വിവാദ പരാമർശത്തെ CPM ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് മുന്നണിയിൽ അഭിപ്രായമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിവാദം ചർച്ച ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവും ചർച്ചയാകും. വയനാട്ടിൽ കൂടുതൽ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രചാരണം ശക്തമാക്കാനും തീരുമാനമുണ്ടായേക്കും. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് പ്രചാരണം ആരംഭിക്കും. മണ്ഡലത്തിൽ എത്തുന്ന സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ വൻ സ്വീകരണമാണ് ഒരുക്കുന്നത്. അസാധാരണ നീക്കങ്ങൾക്കൊടുവിൽ മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കാനായതോടെ BJP ക്യാമ്പും ആവേശത്തിലാണ്. രാഹുൽ ഗാന്ധിയെ എതിരിടാൻ തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോയതോടെയാണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് നിയോഗിക്കപ്പെട്ടത്. BJPയുടെ സാധ്യതാ മണ്ഡലങ്ങളുടെ പട്ടികയിൽ A ക്ലാസ് വിഭാഗത്തിൽ ഉൾപ്പെട്ട തൃശൂരിൽ മികച്ച പ്രകടനം തന്നെയാണ് ലക്ഷ്യം. സ്വകാര്യ തിരക്കുകളുടെ പേരിൽ ആദ്യം മത്സരരംഗത്ത് നിന്ന് മാറി നിന്ന സുരേഷ് ഗോപിയെ തന്നെ തൃശൂരിലേക്ക് അയക്കുന്നതിനും കാരണം ഇതുതന്നെ. A ക്ലാസ് മണ്ഡലത്തിലേക്ക് ഞാൻ വരുന്നത് വഴി ഉണ്ടാവുന്ന ഒരു അധികമായ ഹൈപ്പെന്നോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ബേണിംഗ് കോൺസ്റ്റിറ്റുവൻസി, ഒരു ഹോട്ട് കോൺസ്റ്റിറ്റുവൻസി എന്നൊക്കെ പറയുന്നത് പിന്നീട് വരുന്ന അവലോകനങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. എനിക്ക് ഇത് ഒരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നു. മികച്ച സംഘടനാ കെട്ടുറപ്പുള്ള മണ്ഡലം BDJSന് വിട്ടുകൊടുത്തതിനെതിരെ BJP പ്രാദേശിക ഘടകത്തിന് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ശക്തനായ BJP സ്ഥാനാർത്ഥി തന്നെ മത്സരത്തിന് എത്തുന്നതിന്റെ ആവേശത്തിലാണ് മണ്ഡലത്തിലെ പ്രവർത്തകർ. രാവിലെ തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് വിഹിതമാണ് തൃശൂരിൽ BJPയുടെ ആത്മവിശ്വാസം. പുതിയ സാഹചര്യത്തിൽ വോട്ട് ഇരട്ടിയാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ തുടക്കം മുതൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിലനിന്ന അവ്യക്തതകൾ സാധ്യതകളെ ബാധിച്ചോ എന്ന ആശങ്കയും BJP കേന്ദ്രങ്ങൾക്കുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലെത്തിയപ്പോഴാണ് പത്രികാ സമർപ്പണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ BJP സ്ഥാനാർത്ഥി കളത്തിലിറങ്ങുന്നതെന്നതും വെല്ലുവിളിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി അരുൺ ആനന്ദിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നൽകിയ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. യുവതിയുടെ ആദ്യ ഭർത്താവ് ബിജുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന പരാതിയിലും അരുണിനെ ചോദ്യം ചെയ്യും. ഇതിനു പുറമെ പ്രതികളുടെ രാത്രിയാത്രകളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും. മുട്ടം ജില്ലാ ജയിലിലാണ് അരുൺ ഇപ്പോഴുള്ളത്. തൊടുപുഴയിൽ 7 വയസ്സുകാരൻ അമ്മയുടെ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായപ്പോൾ
മലയാളികളുടെ ഓർമ്മയിലേക്ക് കടന്നുവരുന്ന മറ്റൊരു ക്രൂരമർദ്ദനമുണ്ട്. കുമളിയിൽ രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനത്തിനിരയായ ഷെഫീഖാണത്. മരണക്കിടക്കയിൽ നിന്നും ദീർഘനാളെടുത്താണ് ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. 3 വർഷമാണ് രണ്ടാനമ്മയും പിതാവും ഷെഫീഖിനെ പീഡിപ്പിച്ചത്. വേദന ഉള്ളിലൊതുക്കുകയായിരുന്നു ഈ ബാലൻ. എന്നാൽ 2013 ജൂലൈ 15 അതിക്രൂരമായി മർദ്ദനമേറ്റതോടെ ഷെഫീഖ് ഗുരുതരാവസ്ഥയിലായി. പിന്നീട് മാസങ്ങളോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവിതം. മലയാളികളുടെ പ്രാർത്ഥനയും വൈദ്യശാസ്ത്രത്തിന്റെ മികവുമാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വിദഗ്ധ ചികിത്സ ഇനിയും ആവശ്യമാണെങ്കിലും ഷെഫീഖ് സന്തോഷവാനാണ്. പെറ്റമ്മയേക്കാൾ സ്നേഹവും വാത്സല്യവും നൽകി പോറ്റമ്മയായ രാഗിണിയാണ് അന്നു മുതൽ കൂടെയുള്ളത്. തെറ്റു ചെയ്തവർക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്നാണ് രാഗിണിക്ക് പറയാനുള്ളത്. ഇപ്പം ഷെഫീഖിന് പഴയ ഓർമ്മകളൊന്നുമില്ല. വാവാച്ചി എൻ്റെ കൊച്ചു മാത്രമാണ്. എന്നാലും തെറ്റ് ചെയ്തവർ നല്ല രീതിയിൽ ശിക്ഷിക്കപ്പെടാതെ ജീവിക്കുമ്പോൾ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ ശിക്ഷ അനുഭവിക്കുക, അവർ വേദന അനുഭവിക്കുക. ശരിക്കും അമ്മമാരാണ് ഇതിൽ അവരുടെ മനസ്സും മനസാക്ഷിയും മക്കൾക്ക് വേണ്ടി ചെലവാക്കേണ്ടതാണ്. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഷെഫീഖ്. ഷെഫീഖ് ജീവിതത്തിലേക്ക് തിരികെ വന്നതുപോലെ തൊടുപുഴയിലെ 7 വയസ്സുകാരനും സുഖം പ്രാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രാർത്ഥന. ന്യൂസ് 18 തൊടുപുഴ. ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ഭർത്താവിനെയും അമ്മയെയും പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. ഭർത്താവ് ചന്തുലാൽ, ഭർത്തൃമാതാവ് ഗീതാലാൽ എന്നിവരെ കൊട്ടാരക്കര റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. ആഭിചാരക്രിയയ്ക്കായി തുഷാരയെ ഉപയോഗിച്ചോ എന്നാണ് പ്രത്യേക സംഘം അന്വേഷിക്കുന്നത്. തുഷാരയെ മർദ്ദിച്ചിരുന്നുവെന്നാണ് ഭർത്താവ് ചന്തുലാലിന്റെ കുറ്റസമ്മതമൊഴി. നിമോണിയ ബാധിതയായ തുഷാരയെ ആശുപത്രിയിൽ കൊണ്ടുപോകാത്തതിന് കാരണം പ്രതികൾ വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ പകർപ്പിനായി ദിലീപ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കാർഡിന്റെ പകർപ്പ് ദിലീപിന് നൽകിയാൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ അപേക്ഷയെ എതിർത്തിരുന്നു. സർക്കാർ വാദങ്ങൾക്ക് മറുപടി നൽകാൻ ദിലീപ് കൂടുതൽ സമയം ചോദിച്ചിരുന്നു. ദിലീപിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തകിയും സർക്കാരിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ഹരൻ പി റാവലുമാണ് കോടതിയിൽ ഹാജരാകുന്നത്. കള്ളപ്പണം പിടികൂടിയതിനെ തുടർന്ന് വിവാദത്തിലായ ജലന്ധർ രൂപതയ്ക്ക് പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ ആദായനികുതി വകുപ്പ് അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കും. ഗന്ന SSP ധ്രുവ് ദഹിയയും പോലീസുകാരും ചേർന്ന് 6 കോടി രൂപ തട്ടിയെടുത്തുവെന്ന ഫാദർ ആന്റണിയുടെ പരാതിയിൽ പഞ്ചാബ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൂടിലുരുകി കേരളം. സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടേക്കും. ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടുതൽ രേഖപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. സൂര്യാഘാത, സൂര്യതാപ മുന്നറിയിപ്പുകൾ ഇന്നും തുടരും. നാളെ തുടങ്ങാനിരുന്ന കേരള യൂണിവേഴ്സിറ്റി പരീക്ഷകൾ മാറ്റി. പാലക്കാട്, ആലപ്പുഴ ജില്ലകളിലാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടുക. 2 ജില്ലകളിലും താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ചൂടിന് കുറവുണ്ടാകില്ല. 11 ജില്ലകളിൽ ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും സൂര്യാഘാത, സൂര്യാതപ മുന്നറിയിപ്പുകൾ തുടരും. നിലവിൽ മറ്റു അനുമാനങ്ങൾ കൂടി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്നത് ഈ ഒരു ആഴ്ച ഒരു 5 ദിവസം കൂടി അല്ലെങ്കിൽ ഒരു 6 ദിവസം കൂടി ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടത്. കേരള സർവകലാശാല വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാനിരുന്ന പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു. ഈ മാസം 8 മുതലാകും ഡിഗ്രി പരീക്ഷകൾ അടക്കം നടത്തുക. തിരുവനന്തപുരത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകാതിരിക്കാൻ വാട്ടർ അതോറിറ്റി പ്രതിദിനം 100 ലക്ഷം ലിറ്റർ ശുദ്ധജലം കൂടി അരുവിക്കരയിൽ നിന്ന് അധികമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇതോടെ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിദിന ശുദ്ധജല വിതരണം 280 ദശലക്ഷം ലിറ്ററായി. ന്യൂസ് 18 തിരുവനന്തപുരം. കരാർ കൂടാതെ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുവരുമോ എന്ന ആശങ്ക ശക്തമായി. തെരേസ മേയുടെ ബ്രെക്സിറ്റ് കരാർ 3ാമതും പാർലമെന്റ് തള്ളിയതോടെയാണ് ആശങ്ക ശക്തമായത്. ഇതിനിടെ കരാർ രഹിത ബ്രെക്സിറ്റ് ഒഴിവാക്കാനുള്ള അന്തിമ ശ്രമം എന്ന നിലയിൽ ഒരു സംഘം എംപിമാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ബിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കും. ബ്രെക്സിറ്റ് തീയതി നീട്ടിവയ്ക്കാനാണ് ഇവരുടെ ശ്രമം. എംപിമാരുടെ ബിൽ നിയമമായാൽ തീയതി നീട്ടി നൽകണമെന്ന് മേയ്ക്ക് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെടാം. എന്നാൽ അന്തിമ തീരുമാനം യൂറോപ്യൻ യൂണിയന്റേതാണ്. ഈ സാഹചര്യത്തിൽ ഭേദഗതികൾ വരുത്തിയ കരാർ 4ാം തവണയും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ മെയ് തയ്യാറായേക്കും.
ശമ്പളം നൽകാൻ കഴിയാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ KSRTC. സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട മാനേജ്മെന്റ് നൽകിയ കത്തിൽ ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കാത്തതിനാൽ എന്ന് ശമ്പളം നൽകുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. പുതിയ MD ചുമതലയേറ്റ ശേഷം വരുമാന വർധനവ് ഉണ്ടാകാത്തതിൽ ഗതാഗത വകുപ്പ് മാനേജ്മെന്റിനോട് അതൃപ്തി അറിയിച്ചു. KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുദിനം വർദ്ധിക്കുകയാണ്. ശമ്പളം പൂർണ്ണമായി നൽകാനുള്ള വഴി പോലും മാനേജ്മെന്റ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ശമ്പളം നൽകാൻ 25 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ധനവകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തില്ല. മാനേജ്മെന്റിന്റെ ആദ്യ അപേക്ഷ തള്ളിയതിനാൽ പ്രത്യേക വിഷയമായി പരിഗണിച്ച് തുക അനുവദിക്കണമെന്ന് ഗതാഗത വകുപ്പും ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബജറ്റിൽ വകയിരുത്തിയ 1000 കോടി രൂപ വകമാറ്റി മാത്രമേ തുക അനുവദിക്കാൻ കഴിയുള്ളൂ. അതിനാൽ ധനവകുപ്പും പണം അനുവദിക്കാൻ മടിക്കുകയാണ്. ശമ്പളം അനന്തമായി നീണ്ടാൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ. ഉണങ്ങുന്നതിന് താഴെ വെച്ച് മുറിക്കുകയും വീണ്ടും ഉണങ്ങുകയും അതിന് താഴെ വെച്ച് മുറിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. 1.25 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് 7 പേരെയാണ് KSRTC രക്ഷപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായി നിയമിച്ചത്. ഇവിടെ ഉള്ളവരൊന്നും പോരാന്ന് പറഞ്ഞ് നിയമിച്ചു. ഇവരെല്ലാം കൂടെ നടത്തിയ പരിഷ്കരണം ഇപ്പോൾ നേരെ ചൊവ്വേ ഒരുവിധം നടന്നു വന്ന സ്ഥാപനത്തെ ശമ്പളം പോലും മുടക്കാൻ കഴിയാത്ത സ്ഥിതിയിലെത്തിച്ചു. MB ദിനേശ് MDയായി ചുമതല ഏറ്റെടുത്ത ശേഷം വരുമാനം കുത്തനെ കുറഞ്ഞതിൽ ഗതാഗത വകുപ്പിനും അതൃപ്തിയുണ്ട്. മുൻ MDയുടെ ഭരണകാലയളവിനേക്കാൾ കൂടുതൽ വരുമാനം ഒരു ദിവസം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് 13,000 രൂപ മാത്രമാണ് ശമ്പള ഇനത്തിൽ നൽകിയത്. ഓഫീസർ വിഭാഗത്തിലുള്ളവർക്ക് ഇതുവരെ ശമ്പളം നൽകിയിട്ടുമില്ല. 40 കോടിയോളം രൂപ കണ്ടെത്തിയാൽ മാത്രമേ ശമ്പളം പൂർണ്ണമായി നൽകാൻ കഴിയൂ. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ആന്ധ്രയെ ഇളക്കിമറിച്ചുള്ള പ്രചാരണമാണ് YSR കോൺഗ്രസിന്റേത്. ജഗൻമോഹൻ റെഡ്ഡി തന്നെയാണ് സംസ്ഥാനത്ത് പ്രചാരണത്തിന്റെ നേതൃത്വത്തിൽ. YSR കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഗാനവും വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ജഗനെ വേണം, ജഗൻ വരണം. YSR കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ആന്ധ്രയിലെങ്ങും അണികളെ ആവേശത്തിലാക്കുകയാണ് കാവാലി ജഗൻ, രാവാലി ജഗൻ എന്ന തെരഞ്ഞെടുപ്പ് ഗാനം. യൂട്യൂബിൽ 1 കോടി ക്ലബിൽ ഈ ഗാനം ഇടം നേടി. പാർട്ടിക്ക് സ്വാധീനമുള്ള കുർണൂലും കടപ്പയും കടന്ന് TDP കോട്ടകൾ വരെ ഇളക്കിമറിച്ചാണ് ജഗന്റെ സഞ്ചാരം. കൂറ്റൻ റോഡ് ഷോകൾ. ജഗനേക്കാൾ വലിയ താരപ്രചാരകൻ പാർട്ടിക്ക് വേറെയില്ല. വൻ ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതും ജഗൻ തന്നെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25-ൽ 8 സീറ്റ് നേടിയിരുന്നു YSR കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 175-ൽ 66 നേടി പ്രതിപക്ഷത്താണ് പാർട്ടി. 5 MPമാർ രാജിവെച്ചത് ക്ഷീണമുണ്ടാക്കിയെങ്കിലും ജഗന്റെ പ്രജാസങ്കല്പയാത്രയിലൂടെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കരുത്തു നേടിയെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. 341 ദിവസം നീണ്ടുനിന്ന 3600 കിലോമീറ്റർ പദയാത്രയും ജഗൻ നടത്തിയിരുന്നു. ആരുമായും സഖ്യമില്ലാതെയാണ് ജഗന്റെയും പാർട്ടിയുടെയും അമരാവതി പിടിക്കാനുള്ള യാത്ര. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്.